ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പായസമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന വെർമിസെല്ലി ഇല്ലേ, സേമിയ, അത് വെച്ചിട്ട് നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ? അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏത് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറുത്ത 2 കപ്പ് വെർമിസെല്ലി കൂടി ചേർത്ത് കൊടുക്കാം. വെർമിസെല്ലി വറുത്തതായാലും വറുക്കാത്തതായാലും ഒരു കുഴപ്പവുമില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. വെർമിസെല്ലി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും 1 വറ്റൽമുളക് മുറിച്ചതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച വെർമിസെല്ലി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായി 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ വെർമിസെല്ലി ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.